പറഞ്ഞു വച്ചതിന്റെ തെളിവുകൾ ഞാൻ പറഞ്ഞു തരാം. ഏത് രാജ്യത്തായിരുന്നാലും 16% മുകളിലാണെങ്കിൽ ഇവർ ഭൂരിപക്ഷമായി എന്ന് കരുതി ഇവർ അട്ടഹാസം തുടങ്ങും. 2% താഴെയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ ജീവിച്ചു പോകും ഇവര്. പക്ഷെ അങ്ങനെ അങ്ങ് വിശ്വസിക്കാനും ഒന്നും പറ്റത്തില്ല കേട്ടാ. അപ്പോ USA 0.6% മുസ്ലിങ്ങൾ. അതുകൊണ്ടാണ് US പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഓസ്ട്രേലിയയിൽ 1.5%. ഓസ്ട്രേലിയയിലൊക്കെ നിയമം നമുക്കറിയാമല്ലോ. അവിടെ പോയിട്ട് മതം മൂഞ്ചാൻ പോയി കഴിഞ്ഞാൽ അവന്മാർ 3G ആക്കി ഒരു അറ്റത്തെടുത്ത് ഒട്ടിച്ചു വയ്ക്കും. അവിടുത്തെ നിയമം അനുസരിച്ച് ജീവിക്കാൻ പറ്റുമെങ്കിൽ മര്യാദയ്ക്ക് ജീവിച്ചു പോകാം. അതല്ലെങ്കിൽ വന്നിടത്തേക്ക് തന്നെ തിരിച്ചയക്കുമെന്നതാണ് ഓസ്ട്രേലിയയുടെ നിയമം. കാനഡ 1.9%. കാനഡയിൽ ഖലിസ്ഥാനികൾ കാണിച്ചു കൂട്ടുന്നൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ചൈന 1.8%. അവിടെ ഇവരുടെ നിസ്കാരവും പള്ളിയും ബാങ്കുവിളിയും ഒക്കെ ആയിട്ട് പോയാലേ മതം മാനസിക രോഗമാണ് എന്ന് കരുതുന്ന രാജ്യമാണ് ചൈന. നടപ്പില്ല. ഇറ്റലി 1.5%. അവര് ഇറ്റലി അഫ്ഗാനികളെയും സിറിയയിലെയും പാകിസ്ഥാനിലെയും ഒക്കെ ഒരുപാട് അഭയാർത്ഥികളെ അഭയം നൽകി മാനുഷികമായ പരിഗണന കൊടുത്തിട്ട് പണി കിട്ടി ഇവരെ തിരിച്ച് പറഞ്ഞു വിട്ടിട്ട് പോകുന്നുമില്ല. അങ്ങനെ ഇറ്റലി ശരിക്കും പണി വാങ്ങിച്ചിട്ടിരിക്കുകയാണ്. നോർവേയിൽ 1.8%. ക്രമേണ മുസ്ലിം ജനസംഖ്യ 2% മുതൽ 5% വരെ എത്തുമ്പോൾ അവർ വംശീയമായിട്ടുള്ള ന്യൂനപക്ഷങ്ങൾ, അതുപോലെ അസംതൃപ്ത ജനവിഭാഗങ്ങൾ, ജയിലുകളിൽ അടച്ച കുറ്റവാളികൾ, തെരുവ് ഗുണ്ടാ സംഘങ്ങൾ എന്നിവരിൽ നിന്ന് ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യിക്കും. കണ്ടില്ലേ, പാകിസ്ഥാന്റെ ജയിലുകളിൽ കിടക്കുന്ന ആളുകൾ, അഫ്ഗാനിസ്ഥാന്റെ ജയിലുകളിൽ കിടക്കുന്ന ആളുകൾ, ബംഗ്ലാദേശിന്റെ ജയിലുകളിൽ കിടക്കുന്ന ആളുകൾ. ഷെയ്ഖ് ഹസീന ഇറങ്ങിയതോടുകൂടി ജയിലിൽ നിന്നും സകലമാന ഗുണ്ടകളും കൊലയാളികളും ബലാത്സംഖ്യകളും ഇറങ്ങിയത് ആ ജയിലറയിൽ ജയിലിൽ സൂക്ഷിച്ചിരുന്ന ആയുധപുരയിലേക്ക് കയറി അവർക്ക് കിട്ടാവുന്ന രൂപത്തിലുള്ള ആയുധങ്ങളും എടുത്തിട്ടായിരുന്നു ഹിന്ദുക്കളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവർ ഇറങ്ങി തിരിച്ചത്. ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന സ്വഭാവ ഗുണമാണ് കൊലപാതകം. അത്ര പെട്ടെന്നൊന്നും ഇവരെ തിരുത്താൻ പറ്റുമെന്നൊന്നും വിചാരിക്കരുത്. നിൽക്കട്ടെ. എന്നിട്ട് ഡെൻമാർക്കിൽ 2% ഉണ്ട് ഇവര്. ജർമ്മനിയിൽ 3.7% അതുകൊണ്ടാണ് ജർമ്മനിയിൽ ഖുർആൻ നിന്ന് കത്തുന്നത്. UK 2.7%, സ്പെയിനിൽ 4% തായ്ലാന്റിലും 4.6%. അപ്പം ആ രാജ്യങ്ങളിലൊക്കെ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ആ രാജ്യത്തെ ജനതയ്ക്ക് പോലും സമാധാനമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഈ മാനസിക രോഗമാകുന്ന മതകിതാബും ഈ ക്യാൻസർ ആകുന്ന മതവും കാരണമാണ്. ലോകത്തൊരു മുസ്ലിം സമുദായത്തിനെങ്കിലും ഈ കിതാബ് കൊണ്ട് നന്മയുണ്ടോ? ഇല്ല. ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിൽ ഗുണമുണ്ടോ? നബിക്ക് പെണ്ണുപിടിക്കാനും അധികാരത്തിലേറാനും വേണ്ടി നബിയായിട്ടുണ്ടാക്കിയ ഒരു പടച്ചോനും ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു സ്വർഗവും ഒക്കെ ഉണ്ടായിരുന്നു. അയാൾ പെണ്ണും അധികാരവും പണവും ഒക്കെ ആയിട്ട് പ്രശസ്തിയും ഒക്കെ ആയിട്ട് ആർമാദിച്ച് ജീവിച്ചു പോയി. ഇപ്പോഴും അതിനെ കൊണ്ടുപിടിച്ച് 72 ഹൂറികൾക്ക് വേണ്ടിയിട്ട് എവിടെ എടുക്ക്, അമ്പലങ്ങളാണോ ചർച്ചുകളാണോ അടിക്ക് തകർക്ക്, കാഫറുകളുടെ തലയെടുക്ക് ഇറങ്ങിത്തിരിക്കുകയാണ് ഇവരെ. അപ്പോ 5% മുകളിലെത്തുമ്പോൾ മുസ്ലിങ്ങൾ അവർ ജീവിക്കുന്ന രാജ്യങ്ങളിലെ അവരുടെ ജനസംഖ്യയുടെ ശതമാനം വെച്ച് ആ രാജ്യങ്ങളുടെ മേൽ വലിയ രൂപത്തിൽ സ്വാധീനം ചെലുത്തും. ഡോക്ടർ ഹാമാൻസിന്റെ നിരീക്ഷണം ഇങ്ങനെയാണ്. അവര് ഹലാൽ ഭക്ഷണത്തിന് വേണ്ടി സമരം ചെയ്യും. അത്തരം ഭക്ഷണങ്ങൾ ഭക്ഷണശാലകളിൽ പ്രദർശിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് സമരം ചെയ്യും. അങ്ങനെ ചെയ്യാത്തവരെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യാൻ നിർബന്ധിക്കുകയും ചെയ്യും. ഇത്രയും കാലവും ഹലാലിന് നമ്മുടെ രാജ്യത്ത് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു നോൺ ഹലാല് വന്നപ്പോൾ ഇവരെങ്ങനെയാണ് അതിനെ പ്രതിരോധിച്ചത് എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അതുപോലെ വഖഫ് വിഷയം വന്നപ്പോൾ എങ്ങനെയാണ് ഇവരതിനെ കണ്ടത് എന്നൊന്ന് ചിന്തിച്ചു നോക്കി, നിങ്ങൾക്കത് മനസ്സിലാകും. എൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ ചെറിയൊരു ഭാഗം, നോക്കട്ടെ. ഉണ്ട്. അപ്പോ
ഇവര് ഒരുമിച്ച് നിൽക്കും. കാരണം മുസ്ലിം സമുദായം ഒരുമിച്ച് നിൽക്കണമല്ലോ. ഇവര് കുറച്ചാളുകളാണെങ്കിൽ നിർമ്മല കോളേജിൽ കണ്ടോ, കുറച്ച് മുസ്ലിം കുട്ടികളെ ഉള്ളൂ. ഞങ്ങൾക്ക് നമസ്കരിക്കാൻ ഒരു റൂം വേണം. കുറച്ചാളുകളെ ഉള്ളൂ, ഞങ്ങൾക്ക് തട്ടം വേണം. കുറച്ചു പേരേ ഉള്ളൂ. ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഞങ്ങൾക്ക് മതവസ്ത്രം വേണം, മതവേഷം വേണം എന്ന് പറഞ്ഞു. ആ ഫൈസല ക്യാൻസർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മനുഷ്യന്റെ ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് ക്യാൻസർ വന്നാൽ അതിനെ മുറിച്ചു മാറ്റണം. അതുപോലെ ഇസ്ലാം ആർക്കെങ്കിലും ബാധിച്ചാൽ ആ ഭാഗം മുറിച്ചു മാറ്റണം. അല്ലാതെ അവർ രക്ഷപ്പെടില്ല ആ മതത്തിന്റെ തീവ്രതയിൽ നിന്ന്. അതാണ് ഉദ്ദേശിച്ചത്. അപ്പോ ഇവര് തീവ്രമായി ചിന്തിക്കുകയും ഇവർ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് എങ്ങനെയാണെന്നറിയാമോ? പൊതുനിരത്തുകൾ അടിച്ചു തകർക്കും. നോൺ ഹലാൽ ബോർഡ് വച്ചതിന്റെ പേരിൽ നന്ദോസ് ഹോട്ടൽ ഉടമയെ ഇവരെന്താ ചെയ്തത് നമ്മൾ കണ്ടില്ലേ? ഇതാണ് ഇവരുടെ രീതി. അതായത് ഇവര് മാത്രമേ പാടുള്ളൂ. ഓൾ ഇൻ ഓൾ ഹലാൽ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ്. ഇവര് ഇറച്ചി മീനും ഒക്കെ ഹോട്ടല് മേഖലകള് ഇതെല്ലാം ഇവര് തന്നെ വച്ച് അടക്കി ഭരിച്ചു വരുമായിരുന്നില്ലേ? പെട്ടെന്നൊരു ദിവസം അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് കൂടി അതിന്റെ ബിസിനസിന്റെ പാർട്ട്ണർഷിപ്പ് വേണമെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ? ഇവര് മാത്രമാണ് ഈ ബിസിനസ് ജിഹാദിൽ ഉണ്ടായിരുന്നത്. ഇവരുടെ ഈ തന്ത്രം മനസ്സിലാക്കി ഹിന്ദുക്കൾ കൂടി ആ കച്ചവട മേഖലയിലേക്ക് കയറിയാൽ ഇവർക്കല്ലേ അതിന്റെ ലാഭത്തിന്റെ കോട്ടം വരുന്നത്. അതുകൊണ്ടാണ് കോടിക്കണക്കിന് ജനങ്ങൾ പങ്കെടുത്ത മഹാകുംഭമേളയിൽ പ്രയാഗ്രാജിൽ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ ഒറ്റ കാക്കാമാർ ഈ ഏരിയയിൽ ചവിട്ടിപ്പോരുത്, കുതികാല് ഞാൻ എടുക്കുമെന്ന് പറഞ്ഞു. പിന്നീട് അവസാനം മറ്റേ എന്തോ ഒരു റിസ്വി ബറേൽവി അയാൾ പറഞ്ഞു, അവിടുത്തെ ഇമാം കൗൺസിലിന്റെ നേതാവാ, ഞങ്ങൾക്ക് മര്യാദയ്ക്ക് മഹാകുംഭമേള നിർത്തിക്കൊള്ളാൻ പറഞ്ഞപ്പോഴാ ഞങ്ങൾ എങ്ങനെ നിർത്തണം വേണ്ടത് ഞങ്ങൾ ആലോചിച്ചോളാം കത്തെഴുതിയതാ. പിന്നെ ആർക്ക്? യോഗിക്ക്. യോഗി മൈൻഡ് ചെയ്യോ? പിടിച്ച് ആ ചെവിക്ക് പിടിച്ചിട്ട് അടി കൊടുത്ത് പോക്കറ്റ് തുപ്പിയും വെച്ച് വിട്ടേനെ യോഗി. പിന്നീട് പറഞ്ഞു ഞങ്ങൾക്ക് സ്റ്റാളുകൾ ഇടാൻ കോടിക്കണക്കിന് ആളുകൾ വരുന്നതല്ലേ. അതും സമ്മതിച്ചില്ല. ഒറ്റ ഒരെണ്ണത്തിന്റെയും ആ ഏരിയയിൽ അടുപ്പിച്ചില്ല. ആ യോഗിയുടെ നിയമമാണ് ഈ രാജ്യത്ത് വേണ്ടത് എന്ന് നമ്മൾ ആഗ്രഹിക്കുവാണ് നമുക്ക്. അപ്പോൾ ഈ വഖഫ് വിഷയത്തിൽ ഇവരെന്താ, അതായത് വഖഫ് ബോർഡ് പിടിച്ചെടുക്കുവാണ്. പിടിച്ചെടുക്കണ കാരണം ഹിന്ദുക്കളുടേതും ക്രിസ്ത്യാനികളുടേതും ഒക്കെ അല്ലേ. എടുത്തോട്ടെ നമ്മൾ വളരുമല്ലേ. മനസ്സിലായ ഒരു ചർച്ചയുടെ ഭാഗമാണ്. ഇവിടെ ഒരു തർക്കം, ഒരു സംശയം, തർക്കമല്ല, നിങ്ങൾ തമ്മിൽ പറഞ്ഞു ട്രൈബ്യൂണൽ മോശമാണ്. ട്രൈബ്യൂണൽ മോശമല്ല ശ്രുതി. ട്രൈബ്യൂണൽ ഈസ് എ കോർട്ട് ഹെഡഡ് ബൈ എ ഡിസ്ട്രിക്ട് ജഡ്ജ്. കേരള ഹൈക്കോടതി അപ്പോയിന്റ് ചെയ്യുന്ന ഒരു സിറ്റിംഗ് ജില്ലാ ജഡ്ജിന്റെ ട്രൈബ്യൂണലാണ്. അതിലൊരു തെറ്റുമില്ല. അവിടെ കാര്യങ്ങൾ വൃത്തിയിൽ നടക്കുന്ന സ്ഥലമാണ്. അതൊരു ജില്ലാ കോടതിയാണ്. പ്രശ്നം എവിടെയറിയോ? സെക്ഷൻ 40ലാണ്. സെക്ഷൻ 40 എന്താ പറയുന്നത്? എന്റെ ഭൂമി വക്കഫാണെന്ന് വക്കഫിന് തോന്നിയാൽ വക്കഫ് നോട്ടീസ് അയക്കും. ഇപ്പൊ എന്റെ അടുത്ത് കുറെ ആള് വന്നു ചാവക്കാട്ടുന്നു. സാമൂതിരിപ്പാടിന്റെ പണ്ടാര ഭൂമി, അത് സാമൂതിരിപ്പാട് ഒരു നായർ തറവാടിന് പതിച്ചു കൊടുത്തു. അവരത് ഭാഗം ചെയ്തപ്പോ വിറ്റ് ഇപ്പൊ ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, ഹിന്ദുക്കൾ എല്ലാവരും ഉണ്ട്. സാമൂതിരിപ്പാടിന്റെ പണ്ടാര ഭൂമി ഇപ്പൊ വഖഫ് നോട്ടീസ് അയച്ചിരിക്കുക. അതിൽ 3-4 ആൾ എന്റെ അടുത്ത് വന്നു. ഇപ്പൊ കോഴിക്കോട്ട് കോടതിയിലും വഖഫ് ബോർഡിലും ഒക്കെ കേസാ. ഈ വഖഫ് നോട്ടീസ് അയച്ചാൽ ആദ്യം പോകേണ്ടത് എവിടെ അറിയോ? വഖഫ് ബോർഡിലാ. ആരാണോ നോട്ടീസ് അയച്ചത് അവിടെ പോയി തെളിയിക്കണം എന്ത് എന്റെ ഭൂമിയാണെന്ന്. അതായത് വഖഫിനെതിരെ ഇതുവരേക്കും ഇവരാരും മിണ്ടാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? വഖഫിനു വേണ്ടി ഇവർ ഈ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ കോലാഹലങ്ങൾ ഉണ്ടാക്കിയത്, പ്രതിഷേധങ്ങൾ ഉണ്ടാക്കിയത്, ഇതൊക്കെ കിട്ടുന്നത് ആർക്കാ? ഞമ്മന്റെ ഖജനാവിലേക്കാ വരുന്നത്. ഇപ്പൊ നമ്മുടെ സമ്പത്ത് വഖഫിന്റേതാണ് എന്ന് പറഞ്ഞ് ഇവർ അവകാശപ്പെട്ടു വന്നാൽ ഇത് വഖഫിന്റേതല്ല, ഇത് എന്റേതാണ് എന്ന് നമ്മൾ പോയി പറയേണ്ടതും തെളിവുകൾ നൽകേണ്ടതും വഖഫിന്റെ ട്രൈബ്യൂണലിന്റെ അടുത്താ. ഇതെന്ത് കോണാത്തിലെ നിയമമാണ് എന്നല്ലേ തലയ്ക്കകത്ത് ആള് താമസമുള്ളവൻ ചോദിക്കത്തുള്ളൂ. ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഫൈസല